Hi all, welcome back to Anne's Food World. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു ഉണ്ണിയപ്പം റെഡിയാക്കാം. അതിനുവേണ്ടി നമുക്ക് 1 കപ്പ് മൈദ, 1 കപ്പ് റവ, 1/2 കപ്പ് അരിപ്പൊടി, ഇത് മൂന്നുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് 1/4 കിലോ ശർക്കര, 1/2 ഗ്ലാസ് വെള്ളത്തിൽ പാനിയാക്കി അരിച്ചെടുത്തതാണ്. ഇനി അരമുറി തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അധികം കരിഞ്ഞു പോകരുത്. 2 പാളയംകോടൻ പഴം, പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പപ്പടം, അതൊരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ സോക്ക് ചെയ്തതാണ്. പിന്നെ ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം. ഇനി നമുക്ക് ഈ പഴവും പപ്പടവും കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. പപ്പടം സോക്ക് ചെയ്ത വെള്ളവും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ പഴവും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പൊടികൾ ഓരോന്നായി ഇടാം. മൈദ, റവ, അരിപ്പൊടി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. മധുരം നോക്കിയിട്ട് മതി. ഒത്തിരി മധുരം ഉണ്ടെങ്കിൽ ഈ 1/4 കിലോ ശർക്കര മുഴുവനും ആവശ്യം വരില്ല. മധുരത്തിൻ്റെ അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ചിലവർക്ക് അധികം മധുരമൊന്നും ഇഷ്ടപ്പെടില്ല, അപ്പോൾ അതുകൊണ്ട് മധുരം നോക്കി ഒഴിക്കുക. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നല്ല കട്ടിയാണ്. നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ലൂസായിട്ട് വേണം ബാറ്റർ റെഡിയാക്കാൻ. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എള്ളുണ്ടെങ്കിൽ കുറച്ച് എള്ള് ആഡ് ചെയ്യാം. ഞാനിവിടെ എള്ള് ആഡ് ചെയ്തിട്ടില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്ത് ഡൈല്യൂട്ട് ചെയ്യാം. കുറച്ചും കൂടി ഡൈല്യൂട്ട് ആയിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊങ്ങാൻ വെക്കാം. ഒരു 4 to 5 hours പൊങ്ങാനായിട്ട് വെക്കാം. ഇപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഉണ്ണിയപ്പച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് ബാറ്റർ ഓരോ സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാൻ മറന്നു. റവ വറുത്തതോ വറുക്കാത്തതോ ആവാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്, അപ്പോൾ ഇനി തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 വശവും നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.